വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുറുക്കാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ ചോറ് കൊണ്ട് വളരെ സ്വാദിഷ്ടമായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിന് ആവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 150 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് വറുത്ത പൊടിയോ വറക്കാത്ത പൊടിയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 150 ഗ്രാം ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. ഇനി ഒരു ടേസ്റ്റിന് വേണ്ടി 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ എള്ള്, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 സ്പൂൺ വെളിച്ചെണ്ണ, 300 ഗ്രാം ചോറ്. ഇനി നമുക്ക് ഈ ഉഴുന്നൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ഈ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ചെറിയ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ചെറിയ ബ്രൗൺ കളർ ആയ ശേഷം നമുക്കിത് കുറച്ച് നേരം തണുക്കാൻ വെച്ചിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇതൊരു ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിനി കുറച്ച് നേരം തണുക്കാൻ വെച്ച ശേഷം പൊടിച്ചെടുക്കാം. ഉഴുന്ന് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഉഴുന്നും അരിയും ഒരേ അളവിൽ വേണം എടുക്കാൻ. നമുക്ക് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി പകുതിയായിട്ട് അരച്ചെടുക്കാം. ആദ്യം ഇതിലേക്ക് പകുതി ഉഴുന്ന് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പകുതി അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പകുതി ചോറും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഇടാം. ബാക്കി നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം. ബാക്കി കൂടി അരച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരി കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കായവും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. 150 ഗ്രാമിൻ്റെ ഒരു കപ്പാണ്. ഈ കപ്പിന് 1 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് ഉഴുന്നുപൊടിയുമാണ് ഞാൻ എടുത്തത്. ഈ പൊടിക്ക് തുല്യമായിട്ടാണ് നമ്മൾ ചോറ് എടുക്കേണ്ടത്. അപ്പം ഇതിന് 2 കപ്പ് ചോറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. സേവനാഴിയിലെ ഇതുപോലെ സ്റ്റാർ ഉള്ള അച്ച് വെച്ചാണ് നമ്മൾ മുറുക്കുണ്ടാക്കി എടുക്കുന്നത്. നമുക്ക് മുറുക്കുണ്ടാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ സേവനാഴിയിലേക്ക് ഈ മാവിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു അല്പം എണ്ണ പറ്റി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിൻ്റെ ഈ അറ്റം ഇവിടോട്ട് ഇങ്ങനെ ചേർത്ത് വെക്കാം. അല്ലെങ്കിൽ ഇത് എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ അങ്ങ് ഇളകിപ്പോവും. ആ രീതിയിൽ ചെയ്യാൻ പാടുള്ളവർക്ക് ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഷേപ്പിൽ വെച്ചാൽ മതി. ഇതാകുമ്പോൾ നല്ല എളുപ്പമാണ്. സൂക്ഷിച്ച് പിടിക്കണം, അല്ലെങ്കിൽ ഇതങ്ങ് മുറിഞ്ഞു പോകും. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ബാക്കിയെല്ലാം ഇതുപോലെ എടുത്തിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. പാനിലെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മുറുക്കിട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ലതായിട്ടൊന്ന് ചൂടായിട്ട് വേണം നമ്മളിത് തിരിച്ചിടാൻ. നമ്മൾ ഇവിടെ ഇതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ കുഴച്ചതുകൊണ്ട് ഈ മുറുക്ക് അധികം എണ്ണ പിടിക്കത്തില്ല. ഞാനിവിടെ ഇത് ഇച്ചിരി വലുതായിട്ടാണ് ചുറ്റിച്ചെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ചെറുതായിട്ട് എടുത്ത് ഒരു 3-4 എണ്ണം ഒരേ സമയം നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇതിനകത്ത് നമ്മൾ ചോറ് ചേർത്ത് കുഴച്ചത് കൊണ്ട് ഇത് നല്ല ക്രിസ്പി ആയിരിക്കും. മുറുക്ക് ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണിത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണിത്.